പ്രിയപ്പെട്ടവരെ, മാർച്ച് 21 വെള്ളി വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 18 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. പുനരുത്ഥാനത്തെക്കുറിച്ച് സദ്ദൂക്കായരുമായിട്ട് യേശു സംസാരിക്കുകയാണ്. ഒരു സദ്ദൂക്കായൻ യേശുവിനോട് പറയുന്നു, സന്താനമില്ലാതെ ഒരുവൻ മരിക്കുകയാണ്. വിവാഹശേഷം ഭാര്യ ജീവിച്ചിരിക്കുന്നു. അങ്ങനെ അവർ 7 പേര് ഉള്ളതാണ്. 7 പേര് മരിക്കുകയാണ്. അവളും മരിക്കുന്നു. അപ്പോൾ ഉത്ഥാനത്തിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയായിരിക്കും? അതാണ് അവിടെ ചോദ്യം. 7 പേരുടെയും ഭാര്യയായിട്ട് ഇവിടെ ജീവിച്ചല്ലോ. യേശു അവരോട് പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് ഈ തെറ്റ് പറ്റിയിരിക്കുന്നത്. ഒന്നോട് നമുക്ക് ആവർത്തിക്കാം. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുന്നത്. എന്തെന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല, മറിച്ച് അവർ സ്വർഗത്തിലെ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. അപ്പോൾ മരണശേഷം എങ്ങനെയാണ് മനുഷ്യൻ എന്നുള്ളതിനെക്കുറിച്ച് ഈശോ വ്യക്തമായി ഈ സദ്ദൂക്കായരെ പഠിപ്പിക്കുകയാണ്. ദൈവദൂതന്മാരെ പോലെയാണ്. ഈ ശരീരം ഈ മണ്ണിൽ തീർന്നു, അതിനുശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവദൂതന്മാരെ പോലെ അവരും ജീവിക്കുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശയോട് അരുളി ചെയ്തത് ഒന്ന് ഓർമ്മിക്കുക. മോശയുടെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അവിടെ നിന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അബ്രാഹത്തിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവുമാണ്. അവിടെ നിന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അപ്പം ഇവിടെ കർത്താവ് നമ്മെ ഊന്നൽ കൊടുത്ത് സംസാരിക്കുന്നത് മരിച്ചവരുടെ ദൈവം എന്നുള്ളതല്ല, ജീവിക്കുന്നവരിടയിൽ വസിക്കുന്ന ദൈവം. മരിച്ചവർ അവർ ഉത്ഥാനശേഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ മാലാഖമാരെ പോലെ ജീവിക്കുന്നു, അഥവാ ദൈവദൂതന്മാരെ പോലെ ജീവിക്കുന്നു. പിന്നെ ഇവിടെ മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ആ മനുഷ്യരിടയിൽ ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം ഈ ഒരു സന്ദേശം സ്വീകരിക്കാൻ അവരെ സദ്ദൂക്കായരെ യേശു പഠിപ്പിക്കുകയാണ്. അതിന് ദൈവവചനമാണ് ആവശ്യമായിരിക്കുന്നത്, ദൈവശക്തിയിലുള്ള വിശ്വാസമാണ് അവർക്ക് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെയും ജീവിതത്തിൽ ദൈവശക്തിയിൽ ആശ്രയിച്ച് ദൈവവചനത്തെ സ്വാധീനിച്ച് അല്ലെങ്കിൽ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. കൂടുതൽ ഈ നോമ്പ് കാലത്ത് ദൈവവചനം വായിക്കാനും ദൈവവചനത്തിൽ ലയിക്കാൻ അഥവാ കുറച്ച് സമയം ധ്യാനിക്കാനും അത് സ്വന്തമാക്കാനും നമുക്ക് സാധിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം ജീവിക്കുന്നവരുടെ ദൈവമാണ്. നമ്മിൽ ദൈവം ജീവിക്കുന്നു, നമ്മുടെ ഇടയിൽ ദൈവം ജീവിക്കുന്നു, നമ്മിൽ ദൈവം പ്രവർത്തിക്കുന്നു, നമ്മുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കുന്നു. നമുക്ക് നന്ദിയോടുകൂടി അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ ജാവറപിതാവിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.